വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈജു നമ്പർ 8 എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 അതിലെ 8ാമത്തെ എപ്പിസോഡാണ്. ഞാനൊരു വലിയ ബ്രേക്കിന് ശേഷമാണ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ സപ്പോർട്ടൊക്കെ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഞാൻ നിങ്ങളെ പറഞ്ഞു വിഷമിപ്പിക്കാതെ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്നത് മാനസികമായും ശാരീരികമായിട്ട് തളർന്നുകൊണ്ടിരുന്ന ഇച്ചികാവോനെ ഫുറോഷി വന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഇച്ചികാവോ മോട്ടിവേറ്റ് ആകുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ കൈജുവിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നല്ല ഒരുപാട് ഫൈറ്റ് ചെയ്ത നമ്മുടെ ഇച്ചികാവോന്റെ പവർ ഇപ്പോൾ ഒരുപാട് കുറവാണ്. അതുപോലെ തന്നെ ആ കൈജുവിന്റെ അടുത്ത് അവന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന് അവന്റെ മാസ്റ്റർ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഈ ഹാറുവിന്റെ പവർ വെറും 21% മാത്രമേ ഉള്ളൂ. അത് യൂസ് ചെയ്തിട്ട് ഒരിക്കലും ആ കൈജുവിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന് മാസ്റ്റർ പറയുന്നു. എന്നാൽ മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സയന്റിസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഹാറുവിന്റെ പവർ വീണ്ടും 41%ലേക്ക് റൈസ് ആയിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ നമ്മുടെ ഇഹാറു താഴേക്ക് അടിച്ചു കെട്ടി വീഴുകയാണ്. അന്നേരം പവർ വീണ്ടും 22%ലേക്ക് പോവുകയാണ്. അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവന്റെ പവർ വീണ്ടും 42%ലേക്ക് കൂടുന്നു. കേട്ടിട്ട് നീ എന്താ കളിക്കുന്നോ എന്ന് നമ്മുടെ മാസ്റ്റർ ചോദിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ മാസ്റ്ററിന് ഒരു കാര്യം മനസ്സിലാകുകയാണ്. അവൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് അവന്റെ പവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടുന്നുണ്ട്. അവന്റെ ഫോക്കസ് മാറുന്ന സമയത്ത് അവന്റെ കോമ്പാക്ട് പവർ ഡിക്രീസ് ആകുകയുമാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ മാസ്റ്ററിന് ഒരു കാര്യം മനസ്സിലാകുകയാണ്. ഇവനെ പവർ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചാൽ ഇവൻ ഉറപ്പായിട്ടും ഇച്ചിഗോന്റെ അത്രയും പവർഫുൾ ആകുമെന്ന്. ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്ററായി മാറും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇഹാറുവും മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും എൻ്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും. എനിക്ക് ഇനിയും പവർ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എനിക്ക് ഇനിയും പവർ വേണം. എനിക്ക് പവർ കിട്ടുന്നിടം വരെ ഞാൻ പരിശ്രമിക്കും എന്ന് വളരെയധികം ദേഷ്യത്തോട് നമ്മുടെ ഇഹാറു പറയുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ ഇഹാറു തന്നെ കൊണ്ട് പറ്റുന്ന അത്ര രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് അവൻ്റെ 45% കോമ്പാക്ട് പവർ യൂസ് ചെയ്തുകൊണ്ട് ആ കൈജുവിൻ്റെ കോറിലേക്ക് ഒരു വെടി വെക്കുകയാണ്. വെടി കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കൈജുവിന്റെ നേരെ കൊള്ളുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇഹാറു താഴേക്ക് വീഴുകയാണ്. തന്നെ ആ കോറിലേക്ക് വീണ്ടും വെടി വെക്കാതിരിക്കാൻ വേണ്ടി ഒരു ഐസ് പൈക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മാസ്റ്റർ അന്നേരം ഒരു പാസ്റ്റ് ഓർമ്മ വരികയാണ്. നമ്മുടെ ഷിനോമയുടെ അമ്മ നമ്മുടെ മാസ്റ്ററിനോട് വന്നൊരു കാര്യം ചോദിക്കുകയാണ്. കൈജു നമ്പർ 4ന്റെ സെല്ല് തന്റെ ശരീരത്തിലേക്ക് വെക്കുകയും അതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നും നമ്മുടെ ഷിനോമിയ വന്ന് ചോദിക്കുന്നു. കേട്ടാ നമ്മുടെ മാസ്റ്റർ, അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയല്ലേ, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്യില്ല. ഞാൻ അത് ചോദിക്കാൻ വന്നത് ആ കാര്യമല്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കൈജു നമ്പർ 4ന്റെ വെപ്പൺ യൂസ് ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആണെന്ന്? വെപ്പൺ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാടധികം ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ട മാസ്റ്റർ ഒന്ന് ചിന്തിച്ചിട്ട്, ഉറപ്പായിട്ടും നിനക്ക് ഒരുപാടധികം ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിനക്ക് കൈജു നമ്പർ 4ന്റെ വെപ്പൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ പ്രസന്റിൽ ആലോചിച്ച് നമ്മുടെ മാസ്റ്റർ റിഗ്രറ്റ് ചെയ്യുകയാണ്. അന്ന് താൻ ഷിനോമിയന്റെ അമ്മയെ തടഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഷിനോമിയുടെ അമ്മ ഇപ്പൊ ജീവനുണ്ടായിരുന്നേനെ. എന്നാൽ അതേ സമയത്ത് തന്നെ ആ കൈജു ഉള്ള സ്ഥലത്ത് അവർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ ഡെസ്ക് ഒക്കെ മാറി അവർ സൂക്ഷിച്ച് നോക്കുന്ന സമയത്താണ് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നത്. നമ്മുടെ ഇച്ചിഗോയും വിഹാറയും കൂടെ ചേർന്നിട്ട് ആ കൈജുവിനെ ഡിഫീറ്റ് ചെയ്തെന്ന്. ഇത് കണ്ട എല്ലാ ആൾക്കാർക്കും ഒരുപാടധികം സന്തോഷം വരികയാണ്. ഇതൊക്കെ കണ്ട മാസ്റ്റർ അടുത്ത് നിന്ന് ഒരു റെസ്പോണ്ട് വരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോക്കോ മാസ്റ്ററിനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഒട്ടാക്ക ഇതൊക്കെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും എങ്ങാകണമെന്ന് ഒരുപാടധികം ആഗ്രഹമുണ്ട്. എനിക്കും ഇവരോടൊക്കെ ജോയിൻ ചെയ്ത് ഫൈറ്റ് ചെയ്യണം. കാരണം ഇവരെല്ലാവരും ഒരുപാടധികം പവർഫുൾ ആണ്. ഇതിനെ നമ്മുടെ ഇച്ചിഗോനെ വിളിച്ച് പറയുകയാണ്, നീ നിന്റെ ടെസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്കും ഒരുപാടധികം സന്തോഷം വരുന്നുണ്ട്. നമ്മുടെ കൺട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടി ഉറപ്പായിട്ട് ഫൈറ്റ് ചെയ്തിരിക്കും എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഒട്ടാക്ക പറയുകയാണ്. ഹാറുവിനെ ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ടോക്കോ ചോദിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് തോന്നുന്നു അവന് മാസ്റ്ററിന്റെയോ ക്ലാസിന്റെയോ ആവശ്യമില്ല. അവൻ അവന്റെ കാര്യങ്ങൾ സ്വയം തന്നെ പഠിച്ചോളൂ. പിന്നീട് കാണിക്കുന്നത് മിയാനെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്മുടെ ഒട്ടാക്കാനെയാണ്. നമ്മുടെ ഒട്ടാക്ക മിയാനോട് പറയുകയാണ്, അവൻ വളരെയധികം പവർഫുൾ ആയിട്ട് തന്നെയുള്ള ഒരു പയ്യൻ തന്നെയാണ്. അത് മാത്രമല്ല എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നു കൈജു നമ്പർ 6നെ വേറെ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അവനെന്ന്. ഇത് കേട്ടാ നമ്മുടെ മിയ പറയുകയാണ്, എനിക്കും അവൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെയുള്ള ഒരാളാണെന്ന് അറിയായിരുന്നു. പക്ഷേ ഇനി ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു
ഞാൻ നിങ്ങളോടും കൂടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചത്. കാരണം അവൻ മരിക്കണമെന്ന് എനിക്ക് ഒരു രീതിയിലും താല്പര്യമില്ല എന്ന് ക്യാപ്റ്റൻ മിയ ഒട്ടാക്കാനോട് പറയുകയാണ്. ഹേ മിയ, നീ ഇവരെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉറപ്പായിട്ടും ഈ പിള്ളേരെ ട്രെയിനിങ് ചെയ്ത് ഇവരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാരിയേഴ്സ് ആക്കി മാറ്റിയിരിക്കും. ഈ ചിന്തിക്കുന്നതിൽ തന്നെ അപ്പുറം തന്നെയായിരിക്കും. ഞാൻ ഇവർക്ക് പവർഫുൾ ആകാൻ വേണ്ടിയുള്ള ഒരു സമയം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇവർ ട്രെയിനിങ് ചെയ്ത് പവർഫുൾ ആയാൽ മാത്രമേ ഇവർക്ക് ഇനി ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ ന്യൂ ജനറേഷനെ ഞാൻ മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റിയിരിക്കും. തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ യാസികാവ ബേസിലാണെങ്കിൽ ഡിവിഷൻ 1 ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നെയായിരുന്നു നമ്മുടെ ഇച്ചിക്കാവയുടെ കാര്യം ബേസിലേക്ക് കുറെ ആൾക്കാർ വന്ന് പറയുന്നത് കേട്ടോണ്ട് തന്നെ നമ്മുടെ കാഫ്ക ഒരുപാട് ടെൻഷൻ അടിക്കുകയാണ്. അവന്റെ ജീവൻ കളഞ്ഞിട്ടും കൈജുവിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ കാഫ്കയ്ക്ക് അറിയാമായിരുന്നു. സോ ഇതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ലെന്ന് നമ്മുടെ കാഫ്ക പറയാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഷിനോമിയ കാഫ്കയുടെ പുറത്ത് അടിക്കുകയാണ്. ഇച്ചികാവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്. അവനും ഒരു വാരിയർ തന്നെയാണ്. എങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അവൻ ചെയ്യട്ടെ, അത് നമുക്ക് നോക്കാം. നമ്മുടെ ഷിനോമിയ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഷിനോമിയ വീണ്ടും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം താൻ ഇനിയും പവർഫുൾ ആയിരിക്കണം, തന്റെ ഫ്രണ്ട്സിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ കാക്കയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വോക്കിന് പോവുകയാണ്. നീ പറഞ്ഞത് ശരിയാണ്, അവനും ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവൻ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഞാൻ അവനെ സഹായിക്കണം. പക്ഷേ എങ്ങനെ സഹായിക്കും? എൻ്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ച് നോക്കിയിട്ട് അവൻ്റെ അടുത്ത് പോലും എന്നെ കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. നീ പവർഫുൾ ആക്കണം, അതിനുവേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യും? കൈജു നമ്പർ 8 ആയിട്ട് കറക്റ്റായിട്ട് ട്രാൻസ്ഫോം ആകാൻ വേണ്ടി സാധിക്കുന്നില്ല. ട്രാൻസ്ഫോം ആകുന്ന സമയത്ത് എന്തൊക്കെയോ പ്രശ്നം എൻ്റെ ബോഡിയിലും വരുന്നുണ്ട്. അവൻ്റെ കയ്യിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് എന്ത് പറ്റിയടാ? കയ്യിലെ തരമ്പ് നോക്കിയിരിക്കുകയാണോ? ക്യാപ്റ്റൻ ഹാസിനോഗാവ, നിങ്ങൾ മിയാനോടും ഞാൻ വൈസ് ക്യാപ്റ്റൻ ആയിട്ടിരിക്കുന്ന സ്ക്വാഡിനെയും നീ പറ്റിച്ചിട്ട് അങ്ങ് സിമ്പിളായിട്ട് കടന്നു കളയാമെന്ന് നീ വിചാരിച്ചോ? ഹേ വൈസ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ ഹാസിനോഗാവ നമ്മുടെ കാഫ്കയുടെ കഴുത്തിലേക്ക് വാള് വെക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞാൽ ഈ എപ്പിസോഡ് ശരിക്കും അവസാനിച്ചിട്ടില്ല. സോ ഇതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ 2 പാർട്ടായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചില്ല, പിന്നെ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ സപ്പോർട്ട് പണ്ടത്തെ പോലെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഞാൻ ബാക്കി എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഡോക്ടർ സ്റ്റോൺ ഒന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഈ കോപ്പറൈറ്റ് ഇഷ്യൂസ് കാരണമാണ് ഞാൻ ഡോക്ടർ സ്റ്റോൺ സ്റ്റോപ്പ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ ചാനലിൽ 2 മാസത്തോളം വീഡിയോ വന്നിട്ടില്ലായിരുന്നു. സോ അതിനുള്ള കാരണം ഡോക്ടർ സ്റ്റോൺ തന്നെയാണ്. സോ ഡോക്ടർ സ്റ്റോൺ നമുക്ക് ഒരു സ്ട്രൈക്ക് മേടിച്ച് തന്നു, ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. സോ എനിക്ക് 1 മാസം വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ ഇടാൻ അവർക്ക് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല വീഡിയോ ഇടാൻ. മാസമാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത്. സോ അതുമായിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ മടി പിടിച്ചു ഗൈസ്. ഞാൻ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി. സോ എനിക്ക് പിന്നെ വീഡിയോ ഇടാൻ വേണ്ടി തോന്നിയില്ല. പിന്നെ ഈ ഇടയ്ക്ക് പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.